ആലപ്പുഴ ചേർത്തലെ തിരോധാന കേസുകളിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. പ്രതി സബാസിന്റെ വീട്ടുവളപ്പിൽ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അസ്ഥികൾ കുഴിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്ന 10 സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തെളിവെടുപ്പ് തുടരുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തുന്ന അശ്വിൻ ബാലായും ഷഫീദ് റാവത്തറും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ആദ്യം ഒപ്പം ടോബിയുമുണ്ട് കോട്ടയത്ത് നിന്ന്. ആദ്യം അശ്വിനിലേക്കാണ്. അശ്വിൻ ബാലയിലേക്കാണ്. അശ്വിൻ, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു റാൻഡം പരിശോധനയാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടായത്. ഇന്ന് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ, ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം ഉപയോഗിച്ച് അതിൽ നിന്ന് സെൻസ് ചെയ്യുന്നിടത്ത് പരിശോധന നടത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. നിലവിൽ 10 സ്പോട്ടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നു. ഈ 10 സ്പോട്ടുകളും കുഴിച്ചുള്ള പരിശോധന തുടങ്ങിയോ? എന്താണ് അവിടെ നിന്നുള്ള ഈ ക്രൈം സ്പോട്ടിൽ നിന്നുള്ള ഈ സെർച്ച് സ്ഥലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? സുഹേൽ, പരിശോധന തുടരുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 10 സ്പോട്ടുകൾ, ഈ റഡാറിൽ സിഗ്നൽ ലഭിച്ച 10 സ്പോട്ടുകളുണ്ട്. അതിൽ 3 കുഴിച്ച് പരിശോധിച്ചു. 3 സംശയകരമായ രീതിയിലൊന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇപ്പോൾ പുതിയതായി ഒരു സ്പോട്ട്, അത് 10ാമത്തെ സ്പോട്ടാണ്. അവിടെ ഒരു വലിയ തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങ് മറിച്ചിട്ട് ആ തെങ്ങ് ഇരുന്ന സ്ഥലം ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കുകയാണ്. സംശയകരമായ എന്തോ അവിടെ ഉണ്ട് എന്നുള്ളൊരു സംശയമാണ് അതിൽ പ്രധാനമായുള്ളത്. അതുകൊണ്ടാണ് തെങ്ങ് മറിച്ചിട്ട് തെങ്ങ് വെച്ചിരുന്ന സ്ഥലം കുഴിക്കുന്നത്. പക്ഷേ അത് വർഷങ്ങൾ പഴക്കമുള്ള തെങ്ങാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തെങ്ങാണ്. തെങ്ങ് അത്രയും വളരണമെങ്കിൽ എത്ര വർഷമെടുക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എന്തായാലും അത് മറിച്ചിട്ട് അവിടെ കുഴിച്ച് പരിശോധിക്കുന്നുണ്ട്. അത് എന്താണ് അവിടെ അങ്ങനെ ഒരു സാഹചര്യം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ആഴത്തിൽ തന്നെ കുഴിയെടുക്കുന്നുണ്ട്. ഇപ്പോഴും റഡാർ പരിശോധന ഈ പറമ്പിൽ തുടരുകയാണ്. എന്തായാലും ഈ സംശയകരമായി തോന്നുന്ന സ്ഥലങ്ങൾ, അവിടെ എന്തെങ്കിലുമൊക്കെ സിഗ്നൽ ലഭിക്കുന്നിടത്താണ് ഇവർ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ അടയാളപ്പെടുത്തിയ 10ലധികം സ്പോട്ടുകളിൽ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ 4ാമത്തെ സ്പോട്ടിലാണ് ഈ പരിശോധന തുടരുന്നത്. അതിനിടെ കൂടുതൽ സ്ഥലങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താനാകുന്നുമുണ്ട്. നമുക്കറിയാം, ആധുനിക സംവിധാനമാണ്. ഏതെങ്കിലും തരത്തിൽ അസ്ഥികളുടെ സാന്നിധ്യം ഈ ഭൂമിക്കടിയിൽ ഉണ്ടെങ്കിൽ, ഒപ്പം അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരൂഹ സാധ്യതകളൊക്കെ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്താനാകുന്ന സാങ്കേതിക സംവിധാനമാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതാ ഒരു 11ാമത്തെ സ്പോട്ട് കൂടി അവർക്ക് സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അവിടെ ഈ റഡാറിൽ ഒരു സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ അടയാളപ്പെടുത്താനുള്ള 11ാമത്തെ സ്പോട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എന്തോ ഒരു സിഗ്നൽ നേരിയ തോതിലെങ്കിലും ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. കണക്ക് പ്രകാരം ഈ പറമ്പിൽ മാത്രം അടയാളപ്പെടുത്തുന്ന 11ാമത്തെ സിഗ്നലാണ്, 11ാമത്തെ സ്പോട്ടാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 11 സ്പോട്ടുകൾ കഴിഞ്ഞ ദിവസം പോലീസൊക്കെ റാൻഡമായി പരിശോധിച്ച സ്പോട്ടുകൾക്കടുത്താണോ, അതോ അതിൽ നിന്നൊക്കെ ഏറെ മാറി മറ്റൊരിടത്താണോ? സുഹേൽ ഇന്നലെ ഈ പ്രദേശത്ത് എത്തിയതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി മനസ്സിലാകും. ഇപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ സംശയം തോന്നി റാൻഡമായി നടത്തിയ സ്ഥലങ്ങൾക്കപ്പുറത്തേക്കുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഈ പറമ്പ് പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടുണ്ട്. ആ വൃത്തിയാക്കിയ ഇതിലൂടെ സുഗമമായി ഈ റഡാറിന് പോകാനാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറമ്പ് പൂർണ്ണമായും ക്ലീൻ ചെയ്ത് പറമ്പിലൂടെ മുഴുവൻ ഈ റഡാർ സംവിധാനം കൊണ്ടുപോകുന്നുണ്ട്. 12ാമത്തെ സ്പോട്ട് കൂടി ഇത് അടയാളപ്പെടുത്തുകയാണ്. അവിടെയും എന്തൊക്കെയോ സിഗ്നൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇതിനുള്ളിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ കുഴിച്ച 3 സ്ഥലങ്ങളിൽ നിന്ന് ദുരൂഹമായ സാഹചര്യത്തിലൊന്നും കണ്ടെത്താനായിരുന്നില്ല. ഇപ്പോൾ ഇതാ 11ാമത്തെ സ്പോട്ടിൽ അടയാളപ്പെടുത്തൽ നടക്കുകയാണ്. എന്താണ് അതിനുള്ളിൽ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ഇനിയിപ്പോൾ ഹിറ്റാച്ചി എത്തി നടത്തുന്ന പരിശോധനയിലാണ് കണ്ടെത്താൻ സാധിക്കുക. ഈ സ്ഥലത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ മിനിമം ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നു നിന്ന സ്ഥലമാണ്. ഇവിടേക്കൊന്നും നടന്നു വരാൻ കഴിയാത്ത തരത്തിലുള്ള രീതിയിൽ കാട് വളർന്നു നിന്ന സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഈ പരിശോധനയ്ക്ക് വേണ്ടി ഈ റഡാർ സുഗമമായി ഓടാൻ വേണ്ടി ക്ലീനാക്കിയ സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇതിനോട് ചേർന്നും നമുക്ക് ചെറിയ ഒരു കുളത്തിന് സമാനമായ രീതിയിൽ കുഴി കാണുന്നുണ്ട്. അതിനോട് ചേർന്നാണ് ഇപ്പോൾ അത് 11ാമത്തെ സ്പോട്ടും അടയാളപ്പെടുത്തുന്നത്. അത് ഈ സിഗ്നൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ നേരിയ ഒരു സിഗ്നലിൻ്റെ സാന്നിധ്യമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അടയാളപ്പെടുത്തി അവിടെ കുഴിയെടുത്ത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ റഡാറിന് 5 മീറ്ററിലധികം താഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനാകുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിനു മുൻപും ആലപ്പുഴയിൽ തന്നെയാണ് ഈ ഒരു 2 വർഷം മുമ്പ് ഈ പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുണ്ടായിരുന്ന ഒരു പരിശോധന നടന്നത്. 2017 കാണാതായ നിസാമുദ്ദീൻ എന്ന 15 വയസ്സുകാരൻ്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പരിശോധനയായിരുന്നു. കാണാതായത് 17 പിന്നീട് 2024 മെയ്യിലാണ് ഈ റഡാർ ആലപ്പുഴ പൂച്ചാക്കിലെത്തിച്ച് പരിശോധന നടത്തിയത്. അന്ന് സംശയകരമായ രീതിയിലൊന്നും കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ അന്ന് എത്രത്തോളം സ്പോട്ടുകൾ
അടയാളപ്പെടുത്താനായിരുന്നില്ല എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അതിന് വിപരീതമായി ഈ സെബാസ്റ്റ്യൻ്റെ പറമ്പിൽ നടത്തുന്ന പരിശോധനയിൽ നിരവധി സ്പോട്ടുകളാണ് സംശയകരമായ രീതിയിൽ സിഗ്നലുകൾ ഉയരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 11 സ്പോട്ടുകൾ അടയാളപ്പെടുത്തി പരിശോധന നടത്തുന്നത്. നിലവിൽ വീടിന് മുൻപിലാണ് വലിയ സിഗ്നൽ ലഭിച്ചത്. അവിടെ കുഴിച്ച് പരിശോധിച്ചെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താനായില്ല. ഇപ്പോൾ ഈ പറമ്പിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെങ്ങ് ഇരുന്ന സ്ഥലം അത് പൂർണ്ണമായും പിഴുതെറിഞ്ഞ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ പറമ്പിൽ നിന്ന് വീടിനോട് അല്പം മാറി ഈ പറമ്പിൻ്റെ ഏറ്റവും അറ്റത്തായി ഈ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അവിടെ പരിശോധന തുടരുകയാണ്. ഇനി ആ ഹിറ്റാച്ചി ഇവിടേക്ക് എത്തി കുഴിച്ചാൽ മാത്രമേ എന്താണ് ആ സിഗ്നലിൽ ലഭ്യമായത്, അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. സുഹേൽ.